ഒരുപാട് വയലൻസ് ഉണ്ട്. കാരണം ഇത്രയും വയലൻസ് പ്രതീക്ഷിച്ചില്ല. ഭയങ്കര വയലൻസാ. ഏകദേശം മാർക്കോ മൂവി പോലത്തെ വയലൻസ് തന്നെയാണ്. സിനിമ 3.5 മണിക്കൂറുണ്ട്. ഇതില് നമ്മൾ അറിയില്ല, സമയം പോകുന്ന അറിയില്ല. വെൽക്കം ബാക്ക്. ബോളിവുഡിൽ നിന്നും രൺവീർ സിംഗിന്റെ ഒരു മാസ് ആക്ഷൻ ത്രില്ലർ മൂവി റിലീസിന് എത്തിയിട്ടുണ്ട്. ദുരന്തർ കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെയായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. സിനിമ ഉണ്ടോ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കാം. നേരെ ദുരന്തർ റിവ്യൂലേക്ക്. പൊന്നു ബ്രോ, ഒന്നും പറയാല്ല. സിനിമാറ്റോഗ്രഫി അതാ പേരാരെന്ന് അറിയില്ല, പക്ഷെ എടുത്ത് വെച്ചാൽ നമ്മളിപ്പം ഉറി ഫുള്ളി ട്രൂ ഇവന്റ് ആണ്. ഇത് ട്രൂ ആണോ എന്ന് ചോദിച്ചാൽ ചില ഇവന്റ് ഒക്കെ അല്ല, ക്യാരക്ടറൊക്കെ ട്രൂ അല്ല. അപ്പോൾ അത് കുറേ അതിനെ കുറിച്ചൊക്കെ വന്നായിരുന്നു, പക്ഷെ അതൊന്നും അല്ല. ഇത് ഇന്ന് കണ്ടവർക്ക് ഓക്കെ, എനിക്കറിയാം കൂടെ മിക്കവരും കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കുറേ സീക്വൻസും അങ്ങനെയൊക്കെ. പക്ഷെ എടുത്ത് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ്, രൺവീർ സിംഗിൻ്റെ ഒന്നും പറയാനില്ല. പുള്ളിക്കാരൻ സംഭവം ശരിയാണ്, വിവരമില്ലാതെയൊക്കെയാണ് സ്റ്റേജിൽ കയറി കാണിക്കുന്നത്, പക്ഷെ എടുത്ത് വച്ചേക്കണതേ ഭയങ്കര വെച്ച. അങ്ങനെ വെച്ചാൽ നമുക്ക് കണ്ടിന്യൂഷൻ സോങ്സിലൊക്കെ കണ്ട പോലെ ടിപ്പിക്കൽ മസാല പരിപാടിയല്ല. അല്ല, മസാല പരിപാടിയേ അല്ല. അങ്ങനെ വെച്ചാൽ സിനിമ 3.5 മണിക്കൂറുണ്ട്. ഇതിൽ നമ്മൾ അറിയില്ല, സമയം പോകുന്ന അറിയില്ല. ഫസ്റ്റ് ഹാഫ് നിർത്തും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം KGF പോലെ അങ്ങനെയൊന്നുമല്ല, ഉറി മോഡലാണ്. അങ്ങനെ വെച്ചാൽ ഇങ്ങനെ പോയി ഇവിടെ നിർത്തി നമുക്ക് ആ ഒരു ഹൈപ്പ് തന്ന് അവർ നിർത്തും. ആ രീതിയിലാണ് മാസ് ആക്ഷൻ പാക്ഡ് ആയിട്ടാണ്. മാസ് ആക്ഷൻ പാക്ഡ് മാത്രം സ്റ്റോറി ടെല്ലിംഗും ആ രീതിയിലാണ് പോകുന്നത്. ചാപ്റ്റർ വൈസ് ആണ് സ്റ്റോറി ടെല്ലിംഗ് പോകുന്നത്. നല്ല രീതിക്ക് എടുത്ത് വെച്ചോണ്ട് ഫിലിം. റൊമാൻസ് അധികം ഇല്ല, ജസ്റ്റ് ഒരു ക്യാരക്ടറിന് വേണ്ടി കൊണ്ടുവന്നൊക്കെ ഉള്ളൂ. പക്ഷേ സിനിമാറ്റോഗ്രഫി ആരാണെങ്കിലും പുള്ളിക്കാരൻ, ഞാൻ എൻ്റെ മെയിൻ ആദ്യം സിനിമാറ്റോഗ്രഫി. ദുരന്തമല്ലേ, അടിപൊളിയാണ്. സ്ക്രീൻ പ്ലേ ഒക്കെ അത്യാവശ്യം നൈസായിട്ടുണ്ട്. 3.5 മണിക്കൂർ പോകുന്ന അറിയത്തേ ഇല്ല. നൈസാണ് അത്യാവശ്യം. നമ്മളൊരു ബോളിവുഡ് റൊമാൻസ് എന്ന് പറയുമ്പോൾ സ്ഥിരം അത് അത്യാവശ്യം കുറച്ച് പാർട്സേ ഉള്ളൂ, അതിൻ്റെ ഒരു സപ്ലോട്ടായിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം സ്പൈ ത്രില്ലർ തന്നെയാണ്. ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടാണ് പോകുന്നത്. അതെ കംപ്ലീറ്റ്ലി. അത്രയും ടിപ്പിക്കൽ റൊമാൻറ്റിക് മൂവി ഒന്നും അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ആക്ഷൻ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് സെൻസർ ചെയ്യാത്തോണ്ടേ എല്ലാം നല്ല രീതിയിൽ കാണാൻ നമുക്ക്, എല്ലാം തലയൊക്കെ പൊട്ടിത്തെറിക്കണതും ആ രീതിയിലൊക്കെ ഭയങ്കര വയലൻസാ. ഏകദേശം മാർക്കോ മൂവി പോലത്തെ വയലൻസ് തന്നെയാണ്. മാർക്കോ എന്ന് പറയാൻ പറ്റും. അങ്ങനെയല്ല, മാർക്കോ ആണ്, ഇത് വേറെയാ. അപ്പോ ടോട്ടലി നമ്മൾ കണ്ട ജോണർ പറയുകയാണെങ്കിൽ ഒരു ആക്ഷൻ മാസ് പടമാണ്. ഫുൾ ആക്ഷൻ, കംപ്ലീറ്റ് ആക്ഷൻ മൂവിയാണിത്. കുറച്ചൊക്കെ റൊമാൻസ് ഉണ്ട്. അതായത് 3.5 മണിക്കൂർ അത്ര ലാഗായിട്ട് ഫീൽ ചെയ്തോ? ഇടയ്ക്ക് ചെറിയൊരു ലാഗ് പോലെ തോന്നി, ബട്ട് ഓക്കെ, കണ്ടിരിക്കാൻ പറ്റി. മലയാളി ഓഡിയൻസിനൊക്കെ വർക്ക് ആവോ? പ്രോബബ്ലി. മാർക്കോ വർക്ക് ആവണമെങ്കിൽ പിന്നെ ഇതും വർക്ക് ആവുമല്ലോ. ഓക്കെ, പണം കൊള്ളാം. അത് നമ്മള് വിചാരിക്കുന്ന ടൈപ്പ് അല്ല. എനിക്ക് ഇനി സെക്കൻഡ് പാർട്ടും കൂടെ കാണുമ്പോഴേ കുറച്ച് പറയാൻ പറ്റുള്ളൂ. ഒരു ഡിഫറെന്റ് കഥയാണത്. ഒരു വാർ ആക്ഷൻ പരിപാടിയാണ്. വാർ ആക്ഷൻ, അതായത് ടെററിസ്റ്റിന്റെ കാര്യങ്ങളാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ടെററിസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നമുക്ക് ഈ പണം കാണുമ്പോൾ മനസ്സിലാവുന്നത്. അല്ല, റൊമാൻസിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ല, കൂടുതലും വയലൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റൊമാൻസ് ലൈറ്റായിട്ട് വരുന്നത്, കൂടുതലും ഇതാണ്. മേക്കിംഗ് അടിപൊളിയാണ്. മാധവന്റെ ആക്ടിങ് കൊള്ളാം. മാധവന്റെ മറ്റേ ഹിന്ദിയിൽ ഞാൻ മാധവൻ അധികം കണ്ടിട്ടില്ല. മാധവന്റെ ആക്ടിങ് കൊള്ളാം. പിന്നെ ഇവനും കൊള്ളാം, മറ്റേ സഞ്ജയ് ദത്ത് അങ്ങേരും കൊള്ളാം. ഭയങ്കര വയലൻസ് ആണ് അടുത്ത് കണ്ടതില്. ഇതുവരെ കണ്ടതിൽ ഒരുപാട് വയലൻസ് ഉണ്ട്. കാരണം ഇത്രയും വയലൻസ് പ്രതീക്ഷിച്ചില്ല. ഒരുപാട് നമുക്ക് പെട്ടെന്ന് പേടി വരുന്ന രീതിയിൽ ഒരുപാട് വയലൻസ് ഉണ്ട്. ഇനി അടുത്ത ഷോസിൽ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അത്രയ്ക്ക് വയലൻസ് ആണ്. ഈ സെക്കൻഡിൽ ഇത്രയും വയലൻസ് ആണെങ്കിൽ പാടാണ്. ഒരുപാട് വയലൻസ് ഉണ്ട്. ലാഗൊന്നുമില്ല 3.5 മണിക്കൂർ. കുറച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. ഫസ്റ്റ് ലാഗാണ്. നമ്മളെ ഈ നോർമൽ സിനിമ കാണുന്ന ഓഡിയൻസിന് ഇഷ്ടപ്പെടും രൺവീർ സിംഗിന്റെ ഒരു അവന്റെ ആക്ടിങ് ആണ്. ഒരുപാട് ഡിഫറെന്റ് ലുക്കിൽ അവന്റെ ആദ്യം മുടി കെട്ടി വരുന്നു, പിന്നെ മുടി അടിച്ചിടുന്നു. അവന്റെ നല്ല ആക്ടിങ്, അവനാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് അതില്. രൺവീർ സിംഗ് ഫാനാണോ? മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിയിട്ട് അത് കാണാൻ, ദുരന്തർ കാണാനുള്ള ഒരു റീസൺ? ഞാൻ മലയാളം മൂവീസ് അങ്ങനെ കാണാറില്ല, പക്ഷേ ഹിന്ദി വാസ് റിയലി ഗുഡ്. രൺവീർ സിംഗ് വാസ് അമേസിംഗ്, ടു ഗുഡ്. അത്രേ ഉള്ളൂ. ഒരു സ്ഥിരം ബോളിവുഡ് ടിപ്പിക്കൽ അല്ല, ദിസ് വാസ് സംതിങ് ഡിഫറെന്റ്. ഇറ്റ് വാസ് നോട്ട് എ ടിപ്പിക്കൽ ലവ് സ്റ്റോറി ആൻഡ് ഓൾ ബോളിവുഡ് കാണിക്കുന്ന പോലെ. ദിസ് വാസ് റിയലി ഗുഡ്. എസ്പെഷ്യലി it was about Indian and Pakistan war and all that, so it was really good. Thank you. മേക്കിംഗ് ടൈപ്പ് അല്ല പടം, ബോളിവുഡിലെ ഒരു മാസ് മസാല പടം പോലെ അല്ല ഒരു പക്ക ഒരു നമുക്ക് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഒരു ഇത് മാസ് ആക്ഷൻ ആണ് പരിപാടി. ശരിക്കും സിനിമാറ്റോഗ്രഫി, മ്യൂസിക് ഒക്കെ ഹനുമാൻ കൈൻഡിന്റെ എല്ലാ പാട്ടും 4 പാട്ടും അടിപൊളി. വാർ ബേസ്ഡ് ഒക്കെയാണോ? വാർ ആക്ഷൻ ഫുള്ള് ഒരു അകത്ത് കയറിയാലേ നമുക്ക് അറിയാൻ പറ്റൂ, പുറത്ത് പറയണ അത്. ഏജ് ഡിഫറൻസ് ആണ്. അടുത്ത സിനിമയ്ക്ക് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടോ? 2026 മാർച്ച് 19 അതിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഇപ്പൊ വെയിറ്റിംഗ് ആണ്. ഭയങ്കര ഇന്റൻസ് റൊമാൻസ് ആണോ? അത്രയ്ക്കില്ല, എങ്കിലും കൊള്ളാം. ശരി, ഞാൻ പോട്ടെ.